നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. തിരുവനന്തപുരത്ത് ഇന്ന് കൊട്ടിക്കലാശമാണ്. ഇന്ന് ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ലെ ഏറ്റവും മുതിർന്ന കൗൺസിലറായ ശ്രീ അശോക് കുമാർ സാറിനോടൊപ്പമാണ്. അദ്ദേഹം ഇപ്പോൾ പേട്ട വാർഡിൽ നിന്നും NDAക്ക് വേണ്ടി ജനവിധി തേടുകയാണ്. അശോക് കുമാർ സാർ, സ്വാഗതം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രചരണം? താങ്കളൊരു ഇതുവരെ BJP വിജയിച്ചിട്ടില്ലാത്തൊരു വാർഡിലേക്ക് മാറിയിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ BJP നല്ല ഭൂരിപക്ഷത്തിൽ പേട്ടയിൽ വിജയിക്കും. ഇതാണ് എൻ്റെ ഇപ്പം ഓരോ വീടുകളിലും കയറി ഇറങ്ങിയപ്പോൾ ഉള്ള അനുഭവം. അതിന് ഞാൻ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിച്ച ഏതാണ്ട് 860ഓളം വിദ്യാർത്ഥികൾ ഓരോ വീട്ടിൽ എനിക്ക് നേരിട്ട് കാണാൻ കഴിയും. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ പറയുന്നത്, എനിക്ക് ഗുരുദക്ഷിണ തരണം, അത് വോട്ടായിട്ട് ബാലറ്റ് പേപ്പറിൽ 7ാമത്തെ ചിഹ്നത്തിൽ താമര അടയാളത്തിൽ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഉറപ്പായിട്ട് ആ വോട്ടുകൾ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, ഇതുവരെ നമുക്ക് പേട്ട വാർഡ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ LDFും UDFും ആണ് അവിടെ കൗൺസിലർമാരായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അതിന് മാറ്റം വരും. അതുകൊണ്ടാണ് എന്നെ പാർട്ടി അവിടെ കൊണ്ട് നിർത്തിയത്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ മുന്നേറ്റം ഉണ്ടായത് 2015 തിരഞ്ഞെടുപ്പിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 35 വാർഡിലേക്ക് പെട്ടെന്ന് വരുന്നു. ഇതിൽ 6ഓളം അംഗസംഖ്യ ഉണ്ടായിരുന്നപ്പോഴും എനിക്ക് തോന്നുന്നു താങ്കൾ കൗൺസിൽ അംഗമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ തന്നെ പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നഗരസഭാ ഭരണം BJP ഉറപ്പിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഞാൻ ആദ്യത്തെ 6 BJP കൗൺസിലർമാരിലുണ്ടായിരുന്നപ്പോൾ അതിലൊരാളായിരുന്നു. അന്ന് 1988. അത് കഴിഞ്ഞ് പിന്നെ 3ആയി. അത് കഴിഞ്ഞാണ് പിന്നെ അത് 35 വരെ എത്തിയത്. അതേസമയം അന്ന് പ്രതിപക്ഷ പാർട്ടിയായിട്ട് കൗൺസിലുണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരാണ്. അവർ 45ഓളം അംഗങ്ങൾ അന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ 8 വന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 6 നിന്ന് 35ലേക്കും അവർ 42 നിന്ന് 8ലേക്കും മാറിയിരിക്കുകയാണ്. ഇത്തവണ ഉറപ്പായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് നഗരസഭ ഭരണം ഏറ്റെടുക്കാൻ സാധിക്കും എന്നാണ് കഴിഞ്ഞ കാല റിപ്പോർട്ടുകൾ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓരോ വാർഡിലും BJP തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത് അതിശക്തരായ സ്ഥാനാർത്ഥികളെയാണ്. ഈ നഗരഭരണം 1942 തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ 2025, ഏതാണ്ട് 83 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ നഗരഭരണം നടത്തിയിട്ടുള്ള ഒന്നീ കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന മുന്നണി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ അവർ നേതൃത്വം നൽകുന്ന മുന്നണി. കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഭരണം വന്നിട്ട് ഏതാണ്ട് 45 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ നഗരത്തിൽ ഞങ്ങളൊക്കെ പൊന്നു തമ്പുരാൻ എന്ന് വിളിക്കുന്ന ശ്രീ ചിത്രദേവനാൽ തമ്പുരാൻ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളല്ലാതെ ഇന്ന് എന്തെങ്കിലും കാണാൻ നമുക്ക് സാധിക്കും? ഇന്ന് നമ്മൾ റോഡിൻ്റെ വികസനം എന്ന് പറഞ്ഞ് കാണുന്നത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഈ സ്മാർട്ട് സിറ്റി പരിപാടികളാണ്. അദ്ദേഹം ഇവിടെ ഇലക്ട്രിക് ബസ് കൊണ്ടുവന്നു, റോഡുകൾ പലതും വികസിപ്പിച്ചു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒറ്റക്കാള വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് പോയ റോഡുകളാണ് ഇന്നും പേട്ടയിൽ പലയിടത്ത് എനിക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും നാളെ പേട്ടയിൽ കൗൺസിലർമാരായിരുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എന്ത് ചെയ്തു എന്നാണ് നാട്ടുകാരിപ്പം ഞങ്ങളോട് ചോദിക്കുന്നത്. ഈ വികസനം തന്നെയാണ് ഇവിടെ വലിയ ചർച്ചാ വിഷയം. ഈ സാഹചര്യത്തിലാണ് BJP ഭരണം നേടിയാൽ 45 ദിവസത്തിനകം ഒരു ബ്ലൂ പ്രിൻ്റ് വികസന രേഖ തയ്യാറാക്കുമെന്നും പ്രധാനമന്ത്രി ഇവിടെ എത്തി അത് പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഇത് വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രധാനമന്ത്രി 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് നഗരഭരണം BJP കിട്ടുകയാണെങ്കിൽ വരും എന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആധികാരികമായി പറഞ്ഞു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വരും എന്നുള്ളത് ഉറപ്പാണ്. വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നഗരത്തെ മെട്രോ നഗരമായി ഉയർത്തി ലോകോത്തര നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ആ മാസ്റ്റർ പ്ലാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തിനുള്ളിൽ അത് നടപ്പാക്കി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. പറയുന്ന നടപ്പാക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്നിപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ മുഖ്യമന്ത്രിയെ പോലെ അല്ല. ഈ പ്രചരണം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്, നാളെ നിശബ്ദ പ്രചരണമാണ്. ഇതുവരെ ഈ വാർഡിൽ സഞ്ചരിച്ചതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വികസന പ്രശ്നങ്ങൾ മാത്രമേ പേട്ട വാർഡിലുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ 4 തവണയായിട്ട് പേട്ട വാർഡിന് തൊട്ടുരുമിക്കിടക്കുന്ന പാൽക്കുളങ്ങര വാർഡിലെ കൗൺസിലറാണ്. ഈ വാർഡുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പേട്ട വാർഡിലെ വികസനം എന്ന് പറയുന്ന ഒരു വലിയ പൂജ്യമാണ്. കാരണം റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്.
അത് പ്രധാനപ്പെട്ട ചില റോഡുകൾ കഴിഞ്ഞാൽ അകത്തോട്ടുള്ള ഇടവഴികളിൽ പോയാൽ നടക്കാൻ വയ്യ, പലരും മൂക്കുത്തി വീഴുന്ന രീതിയിലാണ്. 2, മഴ മാനത്ത് കണ്ടു കഴിഞ്ഞാൽ വള്ളമില്ലാതെ സഞ്ചരിക്കാൻ വയ്യാത്ത തോപ്പിൽ ലൈൻ പോലുള്ള ധാരാളം ഇടവഴികൾ പേട്ടയിലുണ്ട്. അതിന് യാതൊരു പരിഹാരവും ഇതുവരെയുള്ള LDFകാർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, UDFകാർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. ഈ നികുതിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ആദ്യത്തെ 30 വാർഡുകളിൽ ഒന്നായിരുന്നു പേട്ട വാർഡ്, ഇന്ന് 101ആയി. ഇത്രയും വികസനം നടന്നു കഴിഞ്ഞിട്ട് പോലും പേട്ടയിൽ പലയിടത്തും ഞങ്ങൾ എത്തിയപ്പോൾ ജനങ്ങൾ കണ്ണുനീരോട് പറയുന്ന ഡ്രെയിനേജ് ഇല്ല, കുടിവെള്ളമില്ല. രാവിലെ 10 മണി വരെ കുറച്ച് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന പൈപ്പ് തുറന്ന് ഷൂ എന്നുള്ള ശബ്ദമാണ്. അതുപോലെ തന്നെ പട്ടിയുടെ ശല്യം. അവിടെ ട്യൂഷന് പോലും കുട്ടികളെ വിടാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ ഈ നായ്ക്കൾ, തെരുവ് നായ്ക്കൾ റോഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ 2 കൊച്ചുമക്കൾ എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ്, അവരെ ട്യൂഷന് വിട്ടാൽ അവർ പട്ടിയെ പേടിച്ചിപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ 2023 മാർച്ച് 22-ന് കൗൺസിലിൽ BJPയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. കൗൺസിൽ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ലുലു മാളിൻ്റെ തൊട്ടടുത്ത് ഏതാണ്ട് 200ഓളം ഏക്കർ ഭൂമി നഗരസഭയ്ക്ക് ഉണ്ട്, തിരുവല്ലം 6-ൻ്റെ അടുത്ത്. ആ ഭൂമി ഏറ്റെടുത്ത് ഗുജറാത്തിലുള്ളതുപോലെ അതുപോലെ തന്നെ മൈസൂരിലുള്ളതുപോലെ ഒരു കെനൽ ക്ലബ്ബ് സ്ഥാപിക്കണം. വലിയ ചുറ്റുമതിൽ കെട്ടി ഈ തെരുവ് നായ്ക്കളെ മുഴുവൻ കൊണ്ട് അവിടെ ഇടണം. എന്നിട്ട് അവയ്ക്ക് ഭക്ഷണമായിട്ട് ഈ ഹോട്ടലിൽ മിച്ചം വരുന്ന ഭക്ഷണം കോർപ്പറേഷൻ കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കണം. ഇത് പറഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചു, അത് പാസ്സാക്കിയതാണ്. പക്ഷെ നാളിതുവരെ ഒരു നടപടി എടുക്കുവാൻ LDF മുന്നണി ഭരണം നടത്തുന്ന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പട്ടിയുടെ ശല്യം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു തകരാറ് എന്ന് പറയുന്നത്, അവിടെ പലയിടത്തും ഇലക്ട്രിക് പോസ്റ്റുകളില്ല. ഇരുട്ടത്ത് മുഴുവൻ ഇടവഴികളാണ്. പേട്ട ഈ പാൽക്കുളങ്ങര വാർഡ് പോലെയല്ല, ഒരുപാട് ഇടവഴികളുണ്ട്. ഈ ഇടവഴികളിലൊന്നും പോസ്റ്റില്ല. അപ്പോൾ രാത്രി 60-65 വയസ്സ് കഴിഞ്ഞ് കണ്ണിന് കാഴ്ചയില്ലാത്തവർ പോയി കഴിഞ്ഞാൽ മൂക്കുത്തന്നെ വീഴും. എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇലക്ട്രിക് ബൾബുകൾ സ്ഥാപിക്കുവാൻ അവിടുത്തെ LDFകാർക്കും UDFനും കഴിഞ്ഞിട്ടില്ല എന്ന് വിനയപൂർവ്വം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ അവരെ ആക്ഷേപിക്കാല്ല, അവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ വാർഡിൽ ഉച്ചഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഈ BPL കാർഡുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതി അനുസരിച്ച് 1 മാസത്തേക്ക് ആവശ്യമുള്ള അരിയും പലവഞ്ഞനും മിൽക്ക് പൗഡർ ഉൾപ്പെടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഏതാണ്ട് 400 ചില്ലുവാനും പേർക്ക് ഈ വാർഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പാൽക്കുളങ്ങരയിൽ. പക്ഷേ പേട്ട വാർഡിൽ ചെന്ന് അവരിങ്ങനെ കേട്ടിട്ടേ ഇല്ല. അമ്മമാർ കേൾക്കുമ്പോൾ കരയുകയാണ്. പലരും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഭവന പുനരുദ്ധാരണ പദ്ധതി ജനകീയ ആസൂത്രണത്തിലുണ്ട്. 6 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന, ഒരു പൈസയും തിരിച്ചടയ്ക്കാതെ. ഞാൻ പേട്ട വാർഡിലെ പലയിടത്തും പോയപ്പോൾ പല വീടുകളും പോളിത്തീൻ കവർ കൊണ്ട് മൂടിയ കൂരകളുള്ള വീടുകളാണ്. എന്നു മാത്രമല്ല, ആ ഒരു മുടിക്കിനകത്ത്, ഒരു വീട്ടിനകത്ത് ഞാൻ കയറിയപ്പോഴത്തേക്ക് ഫ്ലക്സ് കൊണ്ട് മറച്ച ഒരു വീട്ടിനകത്ത് അമ്മയും അച്ഛനും പ്രായപൂർത്തിയായ പെൺകുട്ടിയും കിടന്ന് കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല. ഇതെന്തുകൊണ്ട് അവിടെ ഇപ്പോഴത്തെ LDF കൗൺസിലർ എന്ന് പറയുന്നത് ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അവർക്കിത് ചെയ്യാവുന്നതാണ്, പക്ഷെ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ അവിടെ നടത്തിയിട്ടില്ല. പാവപ്പെട്ട വസ്തുവില്ലാത്തവർക്ക് വസ്തു വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി നടത്തിയിട്ടില്ല. റോഡുകളെ ശരിയാക്കിയിട്ടില്ല, കുടിവെള്ളം എത്തിച്ചിട്ടില്ല, അതുപോലെ ഡ്രെയിനേജ് സംവിധാനമില്ല, തെരുവ് നായ്ക്കളുടെ ശല്യം എന്ന് മാത്രമല്ല. ഇപ്പം നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി, പേട്ട ജംഗ്ഷനിൽ കയറിയ ഈ കുരുക്ക്, ഗതാഗത കുരുക്ക്, മണിക്കൂറുകളോളം നമ്മൾ കാത്തു നിന്നാലേ പോകാൻ സാധിക്കും. അതേസമയം നമ്മളിപ്പോൾ ഈഞ്ചക്കൽ ജംഗ്ഷനിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഒരു മേൽപ്പാലം നരേന്ദ്രമോദി ഇടപെട്ട് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല? കാരണം അവിടെ ഇതുവരെ വന്നിട്ടുള്ള UDFും LDF കൗൺസിലർമാരാണ്. ഒരു BJP കൗൺസിലർ വന്നിരുന്നുവെങ്കിൽ ഇതെന്നേ ശരിയാക്കിയേനെ. അതുകൊണ്ട് ഞാൻ പറയുന്ന, ഒരു അധ്യാപകൻ എന്നതിലുപരി എനിക്കൊരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജനനന്മയ്ക്ക് വേണ്ടിയാണ്. അവിടെ LDFും ഇല്ല, UDFും ഇല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 4 തവണ പാൽക്കുളങ്ങര വാർഡിൽ എന്നെ തുടർച്ചയായി ഓരോ പ്രാവശ്യം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ജയിപ്പിച്ച് നഗരസഭയിൽ എത്തിച്ചത്. ഈ BJPയുടെ ആത്മവിശ്വാസത്തിന് പിന്നിലെ ഒരു ഘടകമെന്ന് പറയുന്നത് വികസനം പോലെ തന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതിക്കെതിരെ നടത്തിയ പോരാട്ടമാണ്, താങ്കളുടെ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ. ഇന്നിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി BJP ഞെട്ടിപ്പിക്കുന്ന അഴിമതി കഥകൾ, രേഖകൾ സഹിതം പുറത്തുവിടുന്നുണ്ട്. ഈ അഴിമതി എങ്ങനെയാണ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നത് BJP?
ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാ ഭവനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് 55 പേര് കൗൺസിലർമാരുണ്ടായിരുന്നു. ഞങ്ങൾ 34, ഒരാൾ മരിച്ചുപോയി, 34 പേരേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ കൗൺസിലിൽ ശബ്ദിച്ചാൽ ഉടൻ അവർ കൗൺസിൽ പിരിച്ചുവിടും. അല്ലെങ്കിൽ തന്നെ അവർ ഈ 55ൻ്റെ ഭൂരിപക്ഷം വെച്ച് വോട്ടിട്ട് തള്ളും. അപ്പം ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ മര്യാദ പോലും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ LDFകാർ ചെയ്തിട്ടില്ല. അത് തീർച്ചയായിട്ടും ഈ ജനങ്ങളോടുള്ള അവഹേളനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിപ്പം ജനങ്ങൾ പലരും ഇവർ വരുമ്പോൾ നേരിട്ട് ചോദിക്കുന്നുമുണ്ട്. ഇപ്പോൾ പേട്ടവാർഡിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വർഷങ്ങളായി മാറാത്തത് ഇനി മാറുമെന്ന് തന്നെയാണ്. ഉറപ്പായിട്ട് മാറും. അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി പറയും പോലെ മാറാത്ത ഇനി മാറും. എന്തായാലും വിജയാശംസകൾ. താങ്ക് യു.